ഹായ് കൂട്ടുകാരെ, കാറ്റും മഴയൊക്കെ ആയിട്ട് എല്ലാവരും ആകെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണല്ലേ. നമുക്കൊന്ന് വീടിന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. ഞങ്ങളിവിടെ ആകപ്പാട് വിഷമത്തിലാണ് കേട്ടോ. കാറ്റും മഴയൊക്കെ ആയിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ആകപ്പാടെ ജീവന് തന്നെ ഭീതിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ, നമ്മുടെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ അവരുടെ പുളിമരം വീടിന് സൈഡിലോട്ട് മറിഞ്ഞു വീണു. എന്തോ ഒരു ഭാഗ്യത്തിനാണ് വീടിന് മുകളിലോട്ട് തന്നെ വീഴാതിരുന്നത്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ മാത്രമായിട്ട് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. പകലായിരുന്നത് കൊണ്ട് തന്നെ അധികം അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവരും വീടിനകത്തുണ്ടായിരുന്നവരെല്ലാവരും ശബ്ദം കേട്ട് പുറത്തോട്ട് ഓടി മാറിയത് കൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ടെൻഷനായിപ്പോയി. അപ്പോൾ കാറ്റായതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ആ പുളിമരത്തിനൊപ്പം നിന്നിരുന്ന കൊടംപുളിയുടെ മരവും വീഴാറായെന്നുള്ളൊരവസ്ഥയായതുകൊണ്ട് അച്ചാച്ചനും സജിച്ചേട്ടനും രഞ്ജിത്തും അവരെല്ലാവരും കൂടെ മരം വെട്ടാനുള്ള പരിപാടികളിലായിരുന്നു രാവിലെ. അപ്പോൾ എല്ലാവരും ആകെപ്പാടെ ടെൻഷനായി കേട്ടോ. ആൾക്കാരെല്ലാവരും വന്ന് കുറേയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ലച്ചൂസും അച്ചൂസും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം മൊത്തം കാറ്റായതുകൊണ്ട് മരങ്ങളെല്ലാം ആടി ഉലഞ്ഞ് ആകെപ്പാടെ ഒരു ഭീകര അന്തരീക്ഷമാണ് നമുക്കിവിടെ. നമുക്ക് ഭയങ്കരമായിട്ടും ടെൻഷനായിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഈ കിഴക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആകെപ്പാടെ ടെൻഷനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ തന്നെ പുളിയും മാവും എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങളും ടെൻഷനിലാണ്. ഏത് നിമിഷവും മരങ്ങളൊക്കെ വീടിന് മുകളിലോട്ട് വീഴുമോ എന്നുള്ളൊരവസ്ഥയിലായതുകൊണ്ട് ഞങ്ങളും പകുതിയോളം മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ അവസ്ഥകളൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ്. ബൈ.